not a game, it's a rich thing. ഹലോ യൂട്യൂബ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത്രയും ദിവസം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ചയാണ്, ലോക്ക്ഡൗൺ ആണ്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ ചെയ്തേക്കുവാണ്. പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല ഒരുപാട്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഡിഷ് വീട്ടിൽ ചെയ്യാൻ പോവാണ്. ബീഫ് കൊണ്ടാണ് ഈ ഡിഷ് ചെയ്യുന്നത്. ബീഫ് ബിരിയാണിയാണെന്ന് പറയുന്നത്. ബീഫ് ബിരിയാണി അല്ല, കപ്പ ബിരിയാണി എന്ന് പറയും. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിരിയാണി. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് ഇതൊരു പുതിയ ഡിഷായിരിക്കും. ഇന്ന് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാടൊന്നും മിണ്ടുന്നില്ല, നമ്മൾ നേരെ പോവാം. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാം, പിന്നെ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്യാം. പിന്നെ ചാനൽ ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. യെസ്, വീഡിയോക്കകത്ത് പോവാം. മച്ചന്മാരെ ഓൾ സെറ്റാണ്. ഇപ്പോൾ നമ്മൾ നേരെ പോയി അകത്ത് കുക്ക് ചെയ്യാൻ പോവാണ്. വേറൊരു കാര്യം, നമ്മൾ അകത്തല്ല കുക്ക് ചെയ്യാൻ പോകുന്നത്, വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സൈഡിൽ കിണറൊക്കെ ഉള്ള സ്ഥലത്താണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് പേരൊക്കെ ഔട്ട്ഡോർ കുക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങൾക്കും ഇതാണ് ഒരുപാട് താല്പര്യം. കാരണം വീട്ടിലൊക്കെ ചെന്നൈ സിറ്റിയിലൊക്കെ ആയെങ്കിൽ അകത്ത് കിച്ചണിൽ കുക്ക് ചെയ്ത് ഇവിടെ ഔട്ട്ഡോർ കുക്ക് ചെയ്ത് ഔട്ട്ഡോറിൽ തന്നെ ടേസ്റ്റ് ചെയ്യുമ്പം അതൊരു സൂപ്പർ ഫീലാണ്. സോ ഇന്ന് മാമിയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഞാൻ ലേറ്റാണ്, കുറച്ച് നേരം മുമ്പെയാണ് എന്നെ വിളിച്ചത്. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ പോയി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഒരു അരപ്പും കൂടെ ചേർക്കാനുണ്ട്. അരപ്പിന് വേണ്ടി തേങ്ങ ചുരണ്ടിയത്, പിന്നെ മഞ്ഞൾപ്പൊടി, പെരുംജീരകം, പിന്നെ ഇഞ്ചി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ച് അതിൻ്റെ പേരെന്ത്, വെളുത്തുള്ളി, പിന്നെ മുളക്. സോ ഇതൊക്കെ ഇട്ട് നമ്മൾ അരയ്ക്കാൻ പോകണം.
പിന്നെ കറി നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി അത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 2 സ്പൂണ് ഗരം മസാല, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരപ്പും കൂടെ ചേർത്ത് ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. വരെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല, ആ മസാല നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ചേർക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ എടുത്ത് വെച്ച ഗ്രേവി അതിനകത്തോട്ട് ഇടാൻ പോവാണ്. അതാണ് പ്രൊസീജിയർ. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. ദം വെക്കാൻ പോവാണ്. നമ്മൾ ലെയർ ബൈ ലെയർ കപ്പയും പിന്നെ തേങ്ങ മറ്റേ നമ്മൾ അരച്ചതും പിന്നെ ഈ ഗ്രേവി ഇങ്ങനെ ലെയർ ബൈ ലെയർ വെച്ചിട്ട് ദം ഇടാൻ പോവാണ്. സോ എല്ലാം നമ്മൾ അടുത്ത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ഇപ്പോൾ അത് തുടങ്ങാം. മച്ചന്മാരെ ഫൈനലി കുക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അകത്ത് പോയി ദമ്മൊക്കെ ഇട്ടിട്ട് ഓപ്പൺ ചെയ്ത് പുറത്ത് വന്ന് പിന്നെയും പുറത്താണ് ഇരുന്ന് കഴിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലമൊന്നും അല്ലെങ്കിലും പുറത്തിരുന്ന് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഒരു പ്ലേറ്റ് ഫുള്ള് കപ്പ ബിരിയാണിയും പിന്നെ ഓണിയനും ടൊമാറ്റോസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരെ പോയി കഴിക്കാൻ പോകണം. ഇപ്പോൾ നമ്മൾ നേരെ കഴിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റൈലിൽ കുറച്ച് കപ്പ ബിരിയാണി, പിന്നെ അതിൻ്റെ കൂടെ ഒരു പീസ് ബീഫും വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കൂടെ ഓണിയൻ വെച്ച് ചെറിയ പീസ് തക്കാളിയും വെച്ച് അതിൻ്റെ മേളിൽ കുറച്ച് ബീഫും കുറച്ച് കപ്പയും വെച്ച്
വരെ ബീഫും ഓണിയനും ടൊമാറ്റോയും കൂടെ ചേർന്നൊരു വലിയ ബൈറ്റ് എടുത്തിട്ടുണ്ട്. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. അതൊരു വലിയ പീസ് ബീഫായി പോയി. വേറെ ലെവലാണ്. നമ്മൾ നോർമൽ ബീഫ് കറിയില്ലേ, നല്ല സൂപ്പർ നാടൻ ബീഫ് കറിയും പിന്നെ അതിൻ്റെ കൂടെ കപ്പയിട്ട് കുഴച്ച പോലെ അടിപൊളി ടേസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ക്രഞ്ചി ആയിട്ടുള്ള ഓണിയനും ടൊമാറ്റോയും കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. വൈകുന്നേരം ഇങ്ങനെ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. സ്നാക്കെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് കഴിക്കാം. പിന്നെ ലഞ്ചായിട്ടും കഴിക്കാം. സൂപ്പർ സാധനമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കപ്പ ബിരിയാണി കഴിക്കുന്നത്. എനിക്കറിയാം വീട്ടിലുണ്ടാക്കും. സൂപ്പർ സാധനമാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം. ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. സോ ഇപ്പോൾ ഞാൻ കഴിച്ച് തീർത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. മച്ചന്മാരെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ഫൈനലി ബാക്ക് ടു വർക്ക്. കുറച്ച് വർക്ക്, എഡിറ്റിംഗ് വർക്കുണ്ട്, പിന്നെ ഓഫീസ് വർക്കുണ്ട്. ഫുഡ് ഒരുപാട് ഇഷ്ടമായി. കാരണം കപ്പ ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. നല്ല വെന്തിട്ടുള്ള കപ്പയും പിന്നെ അതിൻ്റെ കൂടെ ഓണിയൻ പിന്നെ ടൊമാറ്റോ സൂപ്പർ കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, താഴെ ഡിസ്ക്രിപ്ഷനിലും തരാം. പിന്നെ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾ എത്തിച്ചേരുന്നത്. യെസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. Until then, Viracally signing out. Bye.